وهل يرجى لأطفال صلاه إذا ارتضعوا ثدي الناقصات. ഉമ്മമാര് നന്നാവുമ്പോഴല്ലേ മക്കള് നന്നാവൂ. വാപ്പമാർ നല്ല ശിക്ഷണം കൊടുത്താലല്ലേ മക്കൾക്ക് നന്നാവാൻ കഴിയൂ. നമ്മുടെ ബാധ്യതയാണത്. മക്കൾ നമുക്ക് അനുഗ്രഹമാണ്. അത് നമുക്ക് അള്ളാഹു പരീക്ഷണമാക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ യുവതലമുറയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മക്കളുടെ തലമുറകളെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും മുത്തഖീങ്ങളുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇദാ കാന വലദുകും ഗൈളാ, മക്കൾ വല്ലാതെ ദേഷ്യം പിടിക്കുന്ന മക്കളായി കഴിഞ്ഞാൽ അത് അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഭയങ്കര ദേഷ്യം പിടിക്കുക. ഒന്ന് പറഞ്ഞാൽ പിന്നെ മകൻ ഉള്ള കസേരയും ചെയറും പ്ലേറ്റൊക്കെ അടിച്ചു പൊട്ടിക്കും. അങ്ങനത്തെ മോനാന്ന് വിചാരിക്കാം. ഉമ്മ ഒന്ന് ചീത്ത പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ 4 ദിവസത്തിനോട് ഭക്ഷണം കഴിക്കൂല. ഈ മകൾ വാതിൽ കൊട്ടിയടച്ച് റൂമിന്റെ ഉള്ളിലാണ്. ഉമ്മയോട് പിണങ്ങി. ഒന്ന് പറഞ്ഞാൽ ദേഷ്യം വിട്ടു. ഇങ്ങനെ മൂക്കത്ത് ദേഷ്യമുള്ള മക്കൾ അന്ത്യനാളിന്റെ തൊട്ടരിക്കുന്ന സമയത്ത് വരാനുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് ദേഷ്യം പിടിക്കാം. ഭയങ്കര ഹോട്ടംപേട്. എവിടുന്ന റബ്ബേ ഈ ദേഷ്യമൊക്കെ ഈ ചെറിയ ശരീരത്തിൽ ചെറിയ മക്കളൊക്കെ ദേഷ്യം പിടിക്കുന്നത് കണ്ടാൽ അത്ഭുതപ്പെട്ടു. എന്താണ് റബ്ബേ? ഉമർ തങ്ങൾ ചോദിച്ചു, എന്താ മകൻ നിങ്ങളോട് ചെയ്യുന്നത്? എന്നോട് ആക്രോശിക്കുന്നുണ്ട് ഉമർ എന്നവരെ. ചിലപ്പോ കാലുകൊണ്ട് എന്നെ ചവിട്ടും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. മകൻ വാപ്പാനെ കാലുകൊണ്ട് ചവിട്ടും. ചിലപ്പോൾ അവൻ എന്നെ അടിക്കാറുണ്ട് ഉമർ എന്നവരെ. എന്താണ് അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി. ചെറിയ കുഞ്ഞുങ്ങളെ നമ്മുടെ ഉമ്മാരും വാപ്പാരൊക്കെ വളർത്തുന്നത് കാണുമ്പോഴേ നമ്മൾ ഓർക്കണം, എനിക്കും ഇങ്ങനെ ഒരു സമയം കഴിഞ്ഞു പോയിരുന്നു. എത്ര സ്നേഹത്തിലാ ഈ കുഞ്ഞുക്കാർക്ക് വലുതായി വന്നിട്ട് ഈ ഡയലോഗ് പറയണത്. അതായത് എന്റെ അവസ്ഥ. കുഞ്ഞിന് ചൂടെടുക്കുന്നുണ്ടോ? കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടോ? ഇത് നോക്കുകയാണ് ഉമ്മയും വാപ്പയും. പ്രത്യേകിച്ച് ആദ്യത്തെ കുഞ്ഞൊക്കെ ആകുമ്പോ എന്താ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കേണ്ടത്? ഡ്രസ്സോട് ഡ്രസ്സ്, എല്ലാ ആക്സസറീസും കുട്ടിക്ക് വേണ്ടത് മുഴുവൻ. കുഞ്ഞിന് അതിഷ്ടാണോ? എന്നാ വാപ്പ വാങ്ങിച്ചരാം. കുട്ടി പറയില്ലേ ലിനോവോ വേണ്ട ഐഫോൺ 6 മതി എന്നൊക്കെ പറഞ്ഞാൽ. കാസർഗോഡത്തെ കുട്ടി തന്നെയാണത്. ആ ഭാഷ കണ്ടിട്ട് കാസർഗോഡല്ല. ചെറിയ 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടിയോ ലിനോവോ വേണ്ട ഐഫോൺ 6 മതി. സുബ്ഹാനല്ലാഹ്. ആയിട്ടില്ല മോനെ വാപ്പ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും കൊടുക്കും വാപ്പാര്. അതെന്താ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയിപ്പിച്ചതാ. പക്ഷേ നമ്മൾ ഇഷ്ടമുള്ളത് കൊടുക്കുകയാണ്. കളിച്ചോട്ടെ, കുട്ടിയല്ലേ. ഇങ്ങനെ വളർത്തുന്ന മക്കളാണ് നാളെ വലുതായി വാപ്പയെ ഖരാവോ ചെയ്യുന്നത്, വാപ്പാക്കതിൽ കേസ് കൊടുക്കുന്നത്. എന്നെ അടിക്കാറുണ്ട് ഉമർ എന്നവരെ. എന്റെ മകൻ എന്നെ അടിക്കാറുണ്ട്. പിന്നെയും ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്യാറുണ്ട് ഉമർ എന്നവരെ. ഉമർ തങ്ങൾ ജഡ്ജാണല്ലോ, ഖലീഫയാണ്, ഇമാമാണ്, ഭരണാധികാരി ജഡ്ജിയുമാണ്, ന്യായാധിപനാണ്. ആ മകൻ ഇങ്ങോട്ട് വിളിക്കൻ ഉമർ തങ്ങൾ പറഞ്ഞു. മകൻ വന്നു. കറുത്ത നിറമുള്ളൊരു കുട്ടിയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, യാ ഗുലാം, മോനെ, അവ തഫ്അലു കദാ ബി അബീക, നിങ്ങളുടെ വാപ്പയോട് മോനെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടോ? അമാ സമിഅത ഖൗലല്ലാഹ്, അല്ലാഹു പറഞ്ഞത് മോനെ കേട്ടിട്ടില്ലേ? വബിൽ വാലിദൈനി ഇഹ്സാനാ, വാപ്പയോടും ഉമ്മയോടും നന്മ ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞത് മോന് ഓർമ്മയില്ലേ? മോനെന്താ വാപ്പയെ ചവിട്ടുന്നത്, അടിക്കുന്നത്? കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാട്ടോ. കുട്ടി എന്താ പറഞ്ഞെന്നറിയോ? യാ അമീറൽ മുഅ്മിനീൻ ലാ തഅജൽ, നിങ്ങൾ ധൃതിപ്പെടലിൻ. വസ്മഅ മിന്നി, എനിക്ക് പറയാനുള്ളതും അമീറുൽ മുഅ്മിനീൻ കേൾക്കണേ. ഹദ്ദിസ് മാ തുരീദ്, മോൻ എന്താ പറയാനുള്ളത്? മോൻ പറഞ്ഞോളൂ എന്ന് ഉമർ തങ്ങൾ പറയാൻ പറഞ്ഞപ്പോ മോൻ വാചാലനാകുന്നു. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, മാതാപിതാക്കളോട് മക്കൾക്ക് കടപ്പാടുകളുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാടില്ലയോ അമീറുൽ മുഅ്മിനീൻ? ഉമ്മയും വാപ്പയും മക്കളോട് ചെയ്യേണ്ട ബാധ്യതയുമില്ലേ? ബല ഉണ്ട്. എന്നാൽ ഉമർ എന്നവരെ എന്റെ വാപ്പാക്ക് പറഞ്ഞു കൊടുക്കിൻ, ഒരു വാപ്പ മകനോട് ചെയ്യേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്?
സലാസുൻ ഉമർ തങ്ങൾ പറഞ്ഞു ഹഖ്ഖുൽ വലദി അലാ അബീ, ഒരു വാപ്പ മകന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ 3 എണ്ണമാണ്. ഒന്ന്, അൻ യുഹ്സിന ഇഖ്തിയാറ ഉമ്മിഹി, തന്റെ മക്കൾക്ക് ഗർഭം ധരിക്കാൻ പോകുന്ന ജന്മം കൊടുക്കുന്ന ഉമ്മമാരെ വാപ്പ തെരഞ്ഞെടുക്കണം. എന്ന് പറഞ്ഞാൽ ആരാണ് തന്റെ ഭാര്യയെന്ന് കൃത്യമായി സെലക്ട് ചെയ്തെടുക്കേണ്ട വിഷയമാണ്. ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പിൽ കയറിയിട്ട് കല്യാണം കഴിച്ചുകൂടേണ്ടതല്ല. ആരാണ് തന്റെ ഭാര്യ, ആരായിരിക്കണം എന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് വാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് ചെറുപ്പക്കാരൻ കൃത്യമായും ആലോചിച്ച് കൃത്യമായും തെരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ലാതെ. فلا تكونوا ممن عرفت بالفسق والفجور, തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്. തിന്മ ചെയ്യുന്ന പെണ്ണായി പോവരുത്. ഈ പ്രേമിച്ച് കല്യാണം കഴിച്ചാലൊക്കെ ചിലപ്പോൾ കുറച്ച് വിജയിക്കുന്ന കേസുകൾ വളരെ കുറവ്. വിജയിക്കാന്ന് ഞാൻ പറയല്ല, സക്സസ്ഫുൾ ആയി പോകുന്ന കുടുംബജീവിതം കുറവാണ്. അധികവും ഫെയില്യൂറാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ ആവേശം കുറയും. അതായത് കിട്ടണവരാണ് ആവേശം ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ആവേശം പോകും. ഒരു iPhone 6 വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചു നോക്കി, എന്തോ ഒരു രസമായിരിക്കും വാങ്ങണ മുമ്പ്. അത് കൈ കിട്ടി 1 മാസം കഴിഞ്ഞാൽ തീരും. ഇത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്തോ ഇനിയിപ്പോ 6+ എന്താ പറഞ്ഞതാണ്, ഇനി പ്ലസ് മതിയെന്ന് പറയും. മറ്റേതും എടുത്തു. ഈ പ്രേമ കല്യാണത്തിന്റെ അവസ്ഥ ഇതാണ്. അത് അച്ചീവ് ചെയ്യുന്നവരെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അവന്റെ ഉമ്മയും വാപ്പയും പറഞ്ഞിട്ടില്ല, അവന്റെ ഉമ്മയും വാപ്പയും അവന്റെ സുഹൃത്തുക്കളായിരിക്കും. ഒരു പറഞ്ഞത് അവൻ കേൾക്കാം. കുറച്ച് കഴിഞ്ഞാൽ ഈ ആവേശമൊക്കെ തീരും. അപ്പൊ ഇവന്റെ ചിരി കണ്ട് മയങ്ങിപ്പോന്നതാണ് ഇവള്. ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതാണ്, കോളേജിൽ നിന്ന് കണ്ടതാണ്, റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ്, അല്ലെങ്കിൽ സ്ഥിരം ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറാണ്. ഇവന്റെ ചിരി കണ്ട് അവൾ മയങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനേക്കാളും ഗ്ലാമറുള്ള ഒരുത്തന്റെ ചിരി കണ്ട അവൾ മയങ്ങും. അതാണ് ഇതിന്റെ ലോജിക് അല്ലേ? അതാണ് അത് ഇവന് തടയാൻ പറ്റൂല. നിങ്ങൾ എന്റെ ഒപ്പം അങ്ങനെയല്ല കൂടിയത് എന്നോട് പറയും, പിന്നെ ഉണ്ടാൻ പറ്റൂല. അൻ യുഹ്സിന ഇഖ്തിയാറ ഉമ്മിഹി, ആരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവാവേണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ച് വളരെ കൃത്യമായി തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. ഒരു വാപ്പ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ചിലർ പറയും ഞാൻ കല്യാണം എനിക്ക് കുട്ടികളൊന്നും വേണ്ട. ആ ഡയലോഗൊക്കെ പറഞ്ഞൊരു 3 കൊല്ലം കഴിഞ്ഞവൻ താനെ വരും. ഉസ്താദ്മാരുടെ അടുത്തൊക്കെ ദോരക്കണട്ടോ വന്നാര ഉസ്താദ് ഒരു കുട്ടി ഉണ്ടാവാന്. ആദ്യം വിചാരിച്ചതിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ. കുട്ടികൾ നാട്ടുകാർ വിടൂലല്ലോ, അല്ലേ? ആർക്കാ കുഴപ്പം ചോദിച്ചു കിടക്കും. പിന്നെ കുടുങ്ങിയില്ലേ? നിനക്കാ ഗൾഫിക്ക് 6 മാസം തൊട്ടുണ്ടായില്ലേ, വല്ല അതാ ടിക്കറ്റ് പോയില്ലേ, ഇങ്ങനൊക്കെ പറയും നാട്ടുകാര്. അപ്പൊ കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോഴേ ആരാണ് നിന്റെ കുഞ്ഞിന്റെ ഉമ്മയാവേണ്ടത് എന്ന് എന്ത് ചെയ്യണം? ആലോചിച്ച് ചെയ്യേണ്ടത്. മക്കളോട് വാപ്പ ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ചാടിച്ചു കൊണ്ടുവരണ്ട. എന്ത് ചെയ്യാ? തീരുമാനിച്ചാലോചിച്ച് അവളുടെ ദീനും ചുറ്റുപാടും സ്വഭാവവും ഒക്കെ ബോധ്യപ്പെട്ടിട്ട് അറേഞ്ച്ഡ് മാരേജ്, അതിലെ ബറക്കത്തുള്ളൂ. അതിനാണ് അള്ളാഹുവിന് പൊരുത്തം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ബാധ്യത ഉമർ തങ്ങൾ മകന്റെ മുമ്പിൽ വെച്ച് വാപ്പയോട് പറഞ്ഞു കൊടുക്കുന്നു, മകന് ഏറ്റവും നല്ല പേര് വെക്കണം. നല്ല അർത്ഥമുള്ള പേര്, സ്വഹാബത്തിന്റെ പേര്, അംബിയാഇന്റെ പേര്, അല്ലെങ്കിൽ നല്ല അർത്ഥമുള്ള പേര് വെക്കണം. മുസ്ലിമാണെന്ന് തോന്നുന്ന പേര് വേണം. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കൂ ഉമർ എന്നവരെ, അമീറുൽ മുഅ്മിനീൻ 3 എണ്ണമുണ്ടല്ലോ, എന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കിൻ. അൻ യുഹഫിദഹുൽ ഖുർആൻ, ആ മകന് ഒരൽപ്പമെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പയുടെ ബാധ്യതയാണ്. ഗെയിമൊക്കെ ഇഷ്ടം പോലെ അയച്ചു കൊടുക്കേണ്ട കുട്ടിക്ക് ഖുർആൻ പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ 3 വിഷയം പറഞ്ഞപ്പോ ഈ മകൻ പറഞ്ഞു, വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്ന അബീ മാ ഫഅല ദാലിക്, എന്റെ വാപ്പ ഇതൊന്നും ചെയ്തിട്ടില്ല. അമീറുൽ മുഅ്മിനീൻ, ഇതൊന്നും എന്റെ വാപ്പനോട് ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എന്റെ ഉമ്മ ആരാണെന്നറിയുമോ? അമീറുൽ മുഅ്മിനീൻ, അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നിരുന്ന എന്റെ ഉമ്മ. ഫഅമ്മാ ഉമ്മി ഫഹിയ സൗദാ ഇശ്തറാഹാ ബിദിർഹമൈൻ, 2 ദിർഹമിന്
അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കറുത്ത വർഗക്കാരിയായ ഒരു ഭംഗിയും ഒരു സ്വഭാവ ഗുണങ്ങളും ഇല്ലാതിരുന്ന 2 ദിർഹമിന് വില കുറഞ്ഞു കിട്ടിയപ്പോൾ എന്റെ ഉപ്പ വാങ്ങിച്ചു പോന്നവളാണ് എന്റെ ഉമ്മ. അന്ന് അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം ചെയ്യുന്നവരാണെന്ന് അറിയപ്പെടുക. അടിമപ്പെണ്ണുങ്ങളിലാ വ്യഭിചാരമുണ്ടായത്. നിങ്ങൾ ലാ തുക്രിഹു ഫതയാതുകും അലൽ ബിഗാഇ ഇൻ അറദ്ന തഹസ്സുനാ. ആ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയും, അടിമപ്പെണ്ണുങ്ങൾ വ്യഭിചാരം കൊണ്ട് നടന്നവരാ, അതിലൊന്നും കുഴപ്പമില്ലാന്ന് വിചാരിച്ചവരാണ്. എന്റെ ഉമ്മയെ 2 ദിർഹമിന് കൊടുത്തിട്ടാണ് എന്റെ വാപ്പ വാങ്ങിച്ചത്. ഒരടിമ സ്ത്രീയെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ അടിമ സ്ത്രീയിൽ ഇയാൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവളെ ആ ഉമ്മയെ പിന്നെ വലത് എന്നാണ് പറയാ. മക്കൾ ജനിക്കുന്നതോടുകൂടെ അടിമയല്ലാതെയാവുകയും ചെയ്യും. ഇന്ന് അടിമ സമ്പ്രദായമില്ല എന്ന് തീർത്തു പറയട്ടെ. ആലിമീങ്ങളുടെ 150 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നിന്ന് അടിമ സമ്പ്രദായം തീരെ ഇല്ലാതെയായിട്ടുണ്ട്. 150 വർഷം മുമ്പ് ഒറ്റയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വരാം. 150 വർഷങ്ങൾക്കിപ്പുറം ഇനി അടിമ സമ്പ്രദായമേ ഇല്ല. അതുകൊണ്ടാണ് വീട്ടിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അടിമയെന്ന് പറഞ്ഞൂടാ. അടിമകളെ സമീപിക്കാൻ പറ്റുമെന്ന് പറയുന്ന മസ്അല ഇന്നത്തെ ജോലിക്കാരികളോട് പാടുള്ളതല്ല, ഹറാമാണ്, വ്യഭിചാരത്തിന്റെ കുറ്റമാണ്. ഉമർ എന്നവരെ എന്റെ ഉമ്മയെ വാങ്ങിച്ചു കൊണ്ടുവന്നു 2 ദിർഹമിനെ കച്ചവടത്തിന് ഉദ്ദേശിച്ചു വന്നതാണ്. ഒരു രാത്രി എന്റെ ഉമ്മയുടെ കൂടെ കിടന്നു. അങ്ങനെയാണ് എന്റെ ഉമ്മ എന്നെ ഗർഭം ധരിക്കുന്നത്. ആ ഉമ്മയെയാണ് എനിക്കുമ്മയായി തെരഞ്ഞെടുത്തത്. എന്റെ ഉമ്മയുടെ നാട് ഏതാണെന്ന് വാപ്പാക്ക് അറിഞ്ഞിട്ടില്ല. എന്റെ ഉമ്മയുടെ കുടുംബം ഏതാണെന്ന് വാപ്പാക്ക് അറിയില്ലായിരുന്നു. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഉമ്മ നല്ല നടപ്പുകാരിയാണോ ഇതൊന്നും നോക്കിയിട്ടില്ല. ചീപ്പ് എന്ന് പറഞ്ഞ്, വില കുറഞ്ഞത് എന്ന് പറഞ്ഞ് അടിമയായ ഉമ്മയെ, ഒരു പെണ്ണിനെയാണ് എന്റെ ഉമ്മയെ തെരഞ്ഞെടുത്തത്. രണ്ടാമത്തെ വിഷയം, മകന് നല്ല പേര് വെക്കണമെന്നാണല്ലോ. എന്റെ മകന് എനിക്ക് പേര് വെച്ചത്, എന്റെ വാപ്പ പേര് വെച്ചത് എന്താണെന്നറിയുമോ? എന്താ? ജുഅല്. ജുഅല് എന്ന് പറഞ്ഞാൽ ശമ്പളം എന്നാ, പൈസ, കൂലി എന്ന് പറയില്ലേ. വസമ്മാനി ജുഅല, എനിക്കൊരു അബ്ദുള്ള എന്നോ അബ്ദുറഹ്മാൻ എന്നോ ഒരു അഹ്മദ് എന്നോ പേരിടാതെ ജുഅല, അതും പൈസ തന്നെ, കൂലി എന്നതിനർത്ഥം. എന്റെ ഉമ്മയെ വാങ്ങിച്ചത് 2 ദിർഹമിന്. വാപ്പാക്ക് പൈസയല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. എനിക്ക് പേര് വെച്ചതും ജുഅല് എന്ന്. അതുമാത്രമല്ല, വമാ ഹഫ്ഫദനിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു സൂറത്ത് പോലും എനിക്കെന്റെ വാപ്പ പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല. ഈ മറുപടി കേട്ടപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചുകൊണ്ട് ആ വാപ്പയോട് പറഞ്ഞത്, ഇദ്ഹബ് വലാ അറാക്, പോടോ എന്റെ മുമ്പിൽ നിന്ന്, നിന്നെനിക്ക് കാണണ്ട, നീ എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞ് ആ വാപ്പയെ ആട്ടിയോടിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ പറഞ്ഞ വാക്ക്, ഫവല്ലാഹി ലഖദ് സബഖത വലദക ഇലൽ ഉഖൂഖ്, നിന്റെ മകൻ നിന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിന്റെ മുമ്പ് നീ നിന്റെ മകനെ ഉപദ്രവിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ പരാതി ഞാൻ കേൾക്കുകയില്ല, പൊയ്ക്കോ ഇവിടുന്ന് എന്ന് ആട്ടിയോടിച്ചു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇദ്ഹബ് വലാ അറാക അബദാ, എന്റെ മുമ്പിലേക്ക് വരരുത്. അപ്പേ പറഞ്ഞ എന്താണെന്നറിയോ? ഗൾഫിൽ നിന്ന് പൈസ കൊടുത്താലൊന്നും മക്കളോടുള്ള ബാധ്യത തീരുന്നില്ല എന്ന് നമുക്കൊക്കെ ഇപ്പൊ തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഗൾഫിലുള്ളവര് ലാഭം വിചാരിക്കില്ല. എല്ലാരും എപ്പോഴും പറയാം, ഗൾഫിൽ നിൽക്കുന്നത് വലിയ സുഖമുണ്ടായിട്ടൊന്നുമല്ല സാധേ, ഇവിടുത്തെ കുബൂസ് എന്നാൻ പൂതിയായിട്ടല്ല വരുന്നത്. നാട്ടിൽ നിൽക്കുന്ന ടെൻഷൻ അറിയണ്ട. ഒരു 10,000 ഉറുപ്പിക അയച്ചാല് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരെ ഇഞ്ചക്ഷൻ കൊടുക്കുക, ഗ്ലൂക്കോസ് കയറ്റുക, അതൊക്കെ പെരക്കാര് നമുക്ക് സ്വസ്ഥമായിട്ട് TV കണ്ട് കടന്നാൽ മതിയല്ലോ. ഇവിടെ ഈ ടെൻഷൻ അറിയണ്ട. നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ അറിയേണ്ടതുള്ളൂ. പൈസ അയച്ചാൽ തീരുമല്ലോ. ആ റാഹത്തിനായി കയറിപ്പോരുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ തിരിച്ചു വരുമ്പോഴേ മക്കളൊന്നും ഉണ്ടാവില്ല. മക്കള് ചോദിക്കുക, പിന്നെ ഇത് ആരാന്നാ ചോദിക്കുക, ആരായി വന്നിരിക്കണതുമ്മ, ഇത് നിന്റെ വാപ്പയാണോ മോനെ? വാപ്പേ. മക്കൾക്ക് വാപ്പയെ തിരിച്ചറിയാൻ പറ്റാതെ വരും. പിന്നെ ആ മക്കളിൽ നിന്ന് എങ്ങനെയാ നമ്മൾ നന്മ പ്രതീക്ഷിക്കുക? വാപ്പമാരോട് പറയാണ്, ഇത് കേൾക്കുന്ന ചെറുപ്പക്കാർ, നാളെയല്ലെങ്കിൽ അടുത്ത ഭാവിയിൽ വാപ്പമാരാവേണ്ടവരാണ്, ഒരു കുടുംബത്തിന്റെ നേതാക്കന്മാരാവേണ്ടവരാണ്. മനസ്സിലാക്കി വെക്കുക. ദീൻ എന്നത്
ഒരാൾക്കും ഒളിച്ചോടാൻ പറ്റാത്ത വിധം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇസ്ലാം. നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളാണതിൽ ഉത്തരവാദികൾ. وهل يرجى لأطفال صلاه إذا ارتضعوا ثدي الناقصات. ഉമ്മമാര് നന്നാവുമ്പോഴല്ലേ മക്കള് നന്നാവൂ. ബാപ്പമാർ നല്ല ശിക്ഷണം കൊടുത്താലല്ലേ മക്കൾക്ക് നന്നാവാൻ കഴിയൂ. നമ്മുടെ ബാധ്യതയാണത്. മക്കൾ നമുക്ക് അനുഗ്രഹമാണ്. അത് നമുക്ക് അള്ളാഹു പരീക്ഷണമാക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളിലേക്കാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ യുവതലമുറയെ, നമ്മുടെ മക്കളെ, നമ്മുടെ മക്കളുടെ തലമുറകളെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും മുത്തഖീങ്ങളുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിരിക്കാം, ഒന്ന് റാഹത്തായിട്ട്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ജസാക്കുമുല്ലാഹു ഖൈറ. നിങ്ങളുടെ ദുആയിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.